ഇന്ന് ഞാൻ നമ്മുടെ പുതിയ വീടിൻ്റെ ഹോം ടൂർ ആണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഇത് നമ്മുടെ കർണാടകയിലുള്ള വീടാണ്. ആക്ച്വലി ഈ വീട് പണിത് 3 മാസം കഴിഞ്ഞപ്പോൾ കന്നഡയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് മലയാളത്തിൽ ഇട്ടതാണ് കേട്ടോ. കാരണം നമ്മുടെ മലയാളി ഫ്രണ്ട്സും കൂടെ ഒന്ന് കണ്ടോട്ടേന്നേ. കാരണം ഈ വീട്ടിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വീട് പണിയുന്നവർക്കൊക്കെ അത് കണ്ടിട്ട് എന്തെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലേ. എല്ലാവരുടെയും ഒരു ഡ്രീം ഹോമാണ് കേട്ടോ ഇത്. പപ്പയ്ക്കും മമ്മിക്കും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് പണിയണം എന്നുള്ളത്. എന്തായാലും ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു കേട്ടോ. നല്ലൊരു വീട് തന്നെ നമുക്ക് പണിയാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമ്മൾ ഇതുപോലെ നീളത്തിൽ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്. ഹാളിലും ഇത് തന്നെയാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഗ്ലോസി ടൈൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇച്ചിരി ഒന്ന് വെള്ളം ചാടിയാൽ മതി, അത് പെട്ടെന്ന് അങ്ങ് സ്ലിപ്പാവും. അപ്പോൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. മാറ്റ് ഫിനിഷ് ആണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും സ്ലിപ്പാവത്തില്ല കേട്ടോ. പിന്നെ ഇതാ മുകളിൽ ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ ഇതുപോലെ ലൈറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വീടിൻ്റെ ചുറ്റും തോട്ടാണ് കേട്ടോ. മെയിനായിട്ടും അടയ്ക്കാത്തോട്ടാണ്. അടയ്ക്കാത്തോട്ടം അതിൻ്റെ നടുക്കായിട്ടാണ് ഈ വീടുള്ളത്. അപ്പം നമ്മുടെ പഴയ വീട് ഇതാ കാണുന്നതാണ്. അത് പൊളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ മിറ്റത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് സ്ഥലം കണ്ടോ, അത് അടക്കിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അടയ്ക്കാക്കളം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ. മീൻകുളത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചെരുപ്പുകളൊക്കെ വെക്കാൻ വേണ്ടി അവിടെ ചെറിയൊരു ഷെൽഫ് ഉണ്ടാക്കി. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാവേ. അപ്പോൾ ഇതാ ഇവിടെ മെയിൻ ഡോർ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള വാതിലുണ്ടല്ലോ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡും കൊണ്ടാണ്. പിന്നെ ഇത് നമ്മുടെ TV യൂണിറ്റ് ആണ് കേട്ടോ. TV ഒക്കെ വെക്കുന്ന സ്ഥലമാണ്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ TV വെച്ചേക്കുന്നതിൻ്റെ ചുറ്റും കണ്ടോ നല്ല ഭംഗിയായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ഷെൽഫുകളും പിന്നെ നമ്മുടെ ഫോട്ടോസും പിന്നെ ഫ്ലവർ വാസും പിന്നെ അതുപോലെ ഓരോ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മൾട്ടിവുഡും കൊണ്ടാണ് കേട്ടോ. ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് തേക്കിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലായിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജിപ്സം ബോർഡ് സീലിംഗ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ലൈറ്റ്സിനൊന്നും ഒരു കുറവും ഇല്ല കേട്ടോ. ഫാൻസി ലൈറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയാണേലും വീടിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ നല്ല വെട്ടവും വെളിച്ചം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ അമ്മയാണ് കേട്ടോ. പപ്പ അവിടെ ഇല്ലായിരുന്നേ. പിന്നെ ഇത് അതിൻ്റെ 2 മക്കളും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു സോഫ സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മാച്ച് ആവുന്ന 2 ടീപ്പോയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പ്രെയർ യൂണിറ്റ് വരുന്നത്. ഇത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു ഗോൾഡൻ ഡിസൈൻ കണ്ടോ, അത് ലിക്വിഡ് വാൾപേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ഡോറ് വെച്ചിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കയറാനൊക്കെ ആയിട്ട്. അപ്പോൾ 2 ഡോറാണ് കേട്ടോ മെയിനായിട്ട് വെച്ചേക്കുന്നത്. മറ്റേ ഡോറ് വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടെ കാർ പോർച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ കാർ പോർച്ചിൽ നിന്ന് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഈ ഡോറിൽ കൂടെ നമുക്ക് കയറി വരാം. അപ്പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഇതുപോലെ നീളത്തിലൊരു വരാന്തയാണ്. അപ്പം നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് ഈ വരാന്തക്കൂടെ നടന്ന് സിറ്റ് ഔട്ടിലോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ കാർ പോർച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഈ ഡോറിൽ കൂടെ തന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ വാതിലുണ്ടല്ലോ, ഇത് സ്റ്റീലിൻ്റെ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് ചെറിയൊരു കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ കാണുന്ന കിളിവാതിലാണ്. അപ്പം നമുക്ക് ഇപ്പോൾ അടച്ചിടുവാണെങ്കിലും ആ കിളിവാതിൽ തുറന്നിട്ടാൽ നമുക്ക് നല്ല കാറ്റൊക്കെ കിട്ടും കേട്ടോ ഉള്ളിലോട്ട്. സ്റ്റീലിൻ്റെ തന്നെ 2 വാതിലുകളുണ്ട് കേട്ടോ ഈ വീട്ടിൽ. പുറകുവശത്ത് ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഷെൽഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ നീളത്തിലൊരു പാസേജ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ടും നല്ല ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടുക്കളയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാസേജാണ്. നേരെ പോയാൽ നമുക്ക് അടുക്കളയിൽ ചെന്ന് എത്താം. പിന്നെ ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇഷ്ടംപോലെ വാർഡ്രോബ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത്, ഇഷ്ടംപോലെ ഡ്രസ്സ് ഐറ്റംസും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ട് ചെറിയൊരു സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വിൻഡോയുടെ ഫ്രെയിമും പിന്നെ നമ്മുടെ റൂമിൻ്റെ വാതിലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ WPC മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാക്കിയേക്കുന്നതാണ്. എന്ന് വെച്ചാൽ വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്. അത് നല്ല ഡ്യൂറബിൾ ആണ് കേട്ടോ. പിന്നെ വാട്ടർ പ്രൂഫാണ്. പിന്നെ ചെതലൊന്നും പിടിക്കത്തില്ല. പിന്നെ ഈ ജനലിൻ്റെയൊക്കെ കമ്പികൾ വരുന്നത് സ്റ്റീൽ മെറ്റീരിയലാണ്, സ്റ്റീൽ റോഡ്സ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വിൻഡോസിനെല്ലാം സീബ്ര കർട്ടൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ആ കർട്ടൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂം ആണെങ്കിൽ വെസ്റ്റേൺ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇതിനൊരു സെപ്പറേഷൻ ഗ്ലാസ് ഉണ്ട്. അതായത് ടോയ്ലറ്റ് വേറെ ബാത്റൂം വേറെ, അങ്ങനെ ഇത് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ നടുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഒരു ചെറിയ മേക്കപ്പ് റൂമും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യാനും പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു മേക്കപ്പ് റൂമൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും ലേഡീസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. പിന്നെ ഈ റൂമിൻ്റെ ഡോറ് കണ്ടോ, ഈ റൂമിൻ്റെ എല്ലാം ഡോറ് വരുന്നത് WPC മെറ്റീരിയലാണ്. അടുത്തതായിട്ട് ഞാൻ ഈ വീട്ടിലുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ കാണിച്ചു തരാവേ. അതായത് എല്ലാവർക്കും ഇത് വരുമ്പോൾ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഇത്. അതായത് ഈ വീടിൻ്റെ കോർട്ട്യാർഡാണ് ഇത്. ഈ ഒരു കോർട്ട്യാർഡ് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്ര ഭംഗിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ കോർട്ട്യാർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ വെള്ളം ചാടും പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ആ വാട്ടർ ഫാൾസ് കാണാനായിട്ട്. പിന്നെ അവിടെ നല്ല ഫാൻസി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് വാളിൽ ഇതുപോലെ ലിക്വിഡ് വാൾപേപ്പറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് പെർഗോള റൂഫ് ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഓപ്പൺ ആയിരുന്നു കേട്ടോ, പക്ഷേ അത് മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ ചാടില്ലേ, അതുകൊണ്ട് അത് ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തേക്കുവാണ്. പിന്നെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ടെറാക്കോട്ട ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോർട്ട്യാർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു റൂമിലോട്ട് പോവാവേ. ഇതൊരു ഗസ്റ്റ് റൂമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ മെയിനായിട്ടും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. സ്കൈ ബ്ലൂവും വൈറ്റും നല്ലൊരു കളറാണ് കേട്ടോ. ശരിക്കും നമുക്ക് ആ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നും ആ റൂം കാണുമ്പോൾ തന്നെ. അത്രയ്ക്ക് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇത്. ഇവിടെ ഇഷ്ടംപോലെ വാർഡ്രോബ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാർഡ്രോബിൻ്റെ ഡോറ് വെച്ചേക്കുന്നത് സ്ലൈഡിങ് ഡോറാണ് കേട്ടോ. ഇതുകൊണ്ടോ, ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഡോറാണ്. പിന്നെ ഇതവിടെ കുറച്ച് ഷെൽഫുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വെച്ച് റൂം നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതിന് നല്ല സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ സീലിങ്ങും പിന്നെ ആ സീലിങ്ങിൽ കൊടുത്തേക്കുന്ന ആ ലൈറ്റിങ്സ് ഒക്കെ എത്ര ഭംഗിയായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിനും അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും പിന്നെ മേക്കപ്പ് റൂമും അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് റൂമിനും അതേപോലെ തന്നെ സ്കൈ ബ്ലൂവും വൈറ്റും ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു റൂമിലോട്ട് പോവാവേ. അപ്പോൾ ഇതാണ് വേറൊരു റൂം. ഇത് പപ്പയും അമ്മയൊക്കെ കിടക്കുന്ന റൂമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ സീലിംഗ് ഒക്കെ നോക്കി എത്ര ഭംഗിയായിട്ടല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാർഡ്രോബൊക്കെ ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ റൂമിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാർഡ്രോബ് ഡിസൈൻസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതായത് കളർ കോമ്പിനേഷനൊക്കെ വേറെ വേറെ വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമിലും ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോർ ചെയ്യാനുള്ള മുകളിലും താഴെ എല്ലാം അവർ നല്ല വാർഡ്രോബ് കൊടുത്തുകൊണ്ട് നല്ല സ്ഥലമുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്തു വെക്കാം. ഒന്നും നമുക്ക് ഇതിലേയും വലിച്ചു വരിയിടേണ്ട ആവശ്യമൊന്നുമില്ല. റൂമിൽ എല്ലാം നമുക്ക് ഒതുക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഈ റൂമിൽ നിന്ന് കോർട്ട്യാർഡിലോട്ട് ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിങ് ഗ്ലാസ്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ റൂമിൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ കോർട്ട്യാർഡ് കാണാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ തുറന്ന് നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാനും പറ്റും കേട്ടോ, കോർട്ട്യാർഡിലോട്ട് കിടക്കാനും പറ്റും. പിന്നെ ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ മേക്കപ്പ് റൂമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഹാളിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് വരുന്നത്. ഈ സെറ്റിൽ നമുക്ക് 6 കസാരകളാണ് കേട്ടോ. ഒരു ടേബിളും പിന്നെ 6 പേർക്ക് ഇരിക്കാവുന്ന 6 കസാരകളും വരുന്നുണ്ട് കേട്ടോ. ഈ ടേബിളിൻ്റെ ടോപ്പ് വരുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു റൊട്ടേറ്റിംഗ് ടോപ്പും വരുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ വിളമ്പുമ്പോൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഇത് സെർവ് ചെയ്യേണ്ട ഒരാളുടെ ആവശ്യമില്ല. നമുക്ക് തന്നെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആഹാര സാധനങ്ങൾ നമുക്ക് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ടേബിളൊക്കെ വീട്ടിലുള്ള നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്ക് വിളമ്പാൻ വേറൊരാളുടെ ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ഫുഡൊക്കെ ഈ ടോപ്പ് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ വാളിൽ മുഴുവനും ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫിനിഷിങ് കിട്ടാനും പിന്നെ വീടിൻ്റെ അകത്ത് നല്ല കൂളിംഗ് കിട്ടാനുമാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഹാൻഡ് വാഷൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നോക്കിയാൽ 3 നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പം ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട്. ടോട്ടലായിട്ട് താഴെ 4 റൂംസാണുള്ളത്. പിന്നെ ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട്. ആ റൂമും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരു ഗസ്റ്റ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ വാർഡ്രോബൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഈ വീടിന് ചുറ്റും അടയ്ക്കാത്തോട്ടമായതുകൊണ്ട് തന്നെ അധികം വെയിലും കാര്യങ്ങളൊന്നും വീട്ടിനകത്തോട്ട് വരത്തില്ല കേട്ടോ. നല്ലൊരു കൂളിംഗ് ആയിരിക്കും വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സിന് തന്നെ ഏകദേശം ഒരു 25 lakhs ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതും വെസ്റ്റേൺ മോഡൽ ടൈപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത്. ഇനി നമുക്ക് മുകളിൽ പോയി നോക്കാം. ഡൈനിങ് ഹാളിൻ്റെ സൈഡിലാണ് കേട്ടോ സ്റ്റെയർ കേസ് വരുന്നത്. നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഈ ഹാങ്ങിങ് ലൈറ്റ് കാണാനായിട്ട്. ഇത് എല്ലാവർക്കും കണ്ടവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ലൈറ്റ്. ഇതിൽ 3 ടൈപ്പ് വെട്ടം വരും കേട്ടോ. ഇതൊരു ടൈപ്പ് വെട്ടാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് വെട്ടാണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ. അങ്ങനെ 3 ടൈപ്പ് വെട്ടം വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ കൈപ്പിടി ഉണ്ടല്ലോ, GI പൈപ്പും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. മുകളിലത്തെ നിലയിൽ പ്രത്യേകിച്ച് അങ്ങനെ ബെഡ്റൂമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇത് അവിടെ ഒരു ചെറിയ റൂമുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഒരു വലിയ ഹാള് പണിതിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണക്കാനും ഒക്കെ ആയിട്ട് ഒരു വലിയ ഹാള് പണിതിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം പണിതിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പോവാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ബാത്റൂം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഹാള്. ഇതിങ്ങനെ നീളത്തിൽ വിസ്താരമായിട്ടൊരു ഹോളിങ്ങനെ കിടക്കുവാണ് കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനോ. പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങുന്ന ഇവിടെയാണ്. പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഓപ്പൺ ടെറേസ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ, ചുറ്റും നോക്കുവാണെങ്കിൽ നമ്മുടെ അടയ്ക്കാത്തോട്ടമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ. ഇതുണ്ട് നമ്മുടെ അടയ്ക്കാത്തോട്ടമൊക്കെ നിൽക്കുന്നുണ്ടോ, അടയ്ക്കൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ. നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാനായിട്ട്. കണ്ടോ, ചുറ്റും നോക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ചുറ്റും നമ്മുടെ അടയ്ക്കാത്തോട്ടാണേ. ശരിക്കും നല്ല രസമായിരിക്കും അല്ലേ, ചുറ്റും തോട്ടം, നടുക്ക് വീട്. എന്ത് ഭംഗിയായിരിക്കും അല്ലേ അതിനകത്ത്. നമുക്ക് താമസിക്കാൻ തന്നെ എന്ത് രസമായിരിക്കും അതിനകത്ത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് മെയിനായിട്ടുള്ളൊരു സ്ഥലം കൂടെ കാണാനുണ്ട്. അതായത് ഇത് ലേഡീസിനായിരിക്കും കേട്ടോ കാണാൻ അധികം ആഗ്രഹമുള്ളത്. കാരണം ലേഡീസ് കൂടുതലും നിന്ന് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മുടെ കിച്ചനാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കുന്നത് അടുക്കള ഭാഗമായിരിക്കും അല്ലേ. അടുക്കള എങ്ങനെയുണ്ടെന്നായിരിക്കും ആദ്യം നോക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു വീടിൻ്റെ കിച്ചൺ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മെയിനായിട്ടും നമ്മൾ ലേഡീസിന് ചില എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കാണും അല്ലേ. നമ്മുടെ കിച്ചൺ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ കാണും. ഇങ്ങനെ നമ്മുടെ കിച്ചൺ ഇങ്ങനെ ചെയ്യണം എന്നുള്ള. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ കിച്ചൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മുടെ കിച്ചൺ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് പണിയെടുക്കാനുള്ളൊരു മനസ്സ് വരണം. അതായത് ഒരു പോസിറ്റീവ് എനർജി കിട്ടണം അല്ലേ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ കിച്ചന്. അപ്പോൾ ഈ ഒരു കിച്ചൺ അതുപോലെയാണ് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെ കബോർഡിനൊക്കെ കൊടുത്തേക്കുന്നതാണേലും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര ഭംഗിയായിട്ടാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നതെന്നല്ലേ. ഇതിനകത്ത് നിന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ തോന്നും, അത്ര ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. മമ്മിക്കാണെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ബോറടിക്കണ്ടല്ലോ, എല്ലാവരെയും കണ്ട് സംസാരിച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ആണെങ്കിലും ഇതാ കിച്ചൺ ഷെൽഫൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് സാധനം വേണേലും സ്റ്റോർ ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒന്നും നമുക്ക് കിച്ചണിൽ വലിച്ചു വാരി ഇടേണ്ട ഒരു ആവശ്യമില്ല. താഴെയാണേലും മുകളിലാണേലും ഒക്കെ ഫുള്ള് കബോർഡ്സ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, താഴെ ഇതുപോലെ വലിയ വലിയ കബോർഡ്സാണ്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വലിയ വലിയ ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒന്നും നമുക്ക് കിച്ചണിൽ ഇങ്ങനെ നിരത്തിയിടേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ഡ്രോവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കട്ട്ലറി ഐറ്റംസ്, പിന്നെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ, അങ്ങനത്തെ ഉള്ളതൊക്കെ സ്റ്റോർ ചെയ്യുക, ബൗൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലത്തെ 2-3 ഡ്രോവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റൗ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇപ്പോഴത്തെ മോഡലൊരു സ്റ്റൗ ആണ്. കാരണം ഇത് പുറത്തോട്ട് അങ്ങനെ അധികം കാണത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് അവിടെ കിച്ചൺ ടോപ്പിലോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അവിടെ അങ്ങ് ഇരുന്നോളും. നമുക്ക് മുകളിലോട്ടൊന്നും അധികം ഒന്നും കാണത്തില്ല. പിന്നെ ഇത് കത്തിക്കാനാണേലും നമുക്ക് എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി, ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കത്തിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കോളൂ കേട്ടോ. നമുക്ക് ഇപ്പം ലൈറ്ററും കൊണ്ട് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ എളുപ്പമാണ് ഇത് കത്തിക്കാനൊക്കെ, ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ ഇതുപോലെ ഒരു ഇലക്ട്രിക് ചിമ്നി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചിക്കനോ ഫിഷോ
അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മണമൊന്നും നമുക്ക് അകത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിമ്മിനി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്യുവാണെങ്കിൽ ആ മണമൊക്കെ ഇത് പുറത്തോട്ട് വലിച്ച് കളഞ്ഞോളും, അകത്തോട്ട് ബാഡ് സ്മെല്ലൊന്നും വരത്തില്ല. പിന്നെ ഇവിടെയൊക്കെ കണ്ട ഇഷ്ടംപോലെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എല്ലാം ഇതിൻ്റെ അകത്ത് കയറ്റി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതായത് നമുക്ക് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ അതിനകത്തോട്ട് വെക്കാനായിട്ട് പറ്റും. കാരണം വെള്ളമുള്ള ഇപ്പം നമുക്ക് കഴുകിയിട്ട് വെള്ളമൊക്കെ ചാടുമല്ലേ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആ ട്രേക്കകത്തോട്ട് ചാടിക്കോളും. പിന്നെ ഇവിടെയായിട്ട് വേറൊരു കിച്ചൺ വരുന്നുണ്ട്. ഇത് നമ്മുടെ വിറകടുപ്പാണ് കേട്ടോ, വിറകടുപ്പുള്ള ഒരു കിച്ചനാണ്. പിന്നെ ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മൾ വിറകടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ, കാരണം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് അധികമൊക്കെ കുക്ക് ചെയ്യേണ്ടി വന്നാൽ യൂസ് ആവുമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കി ഇട്ടേക്കുന്നതാണ്. എന്തായാലും നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ ഇതുപോലെ ഒരു വിറകടുപ്പും കൂടെ ഉള്ള ഒരു അടുക്കള ഉള്ളത് നല്ല കേട്ടോ, എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം വരുമ്പം യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇവിടെയും പാത്രം കഴുകാനുള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ കബോർഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്, സ്റ്റോർ റൂമിലും അതേ നോക്കി ഇഷ്ടംപോലെ ഷെൽഫുകൾ കബോർഡുകൾ പണിത് വെച്ചേക്കുവാണേ. അപ്പോൾ ഇത് വലിയ വലിയ കബോർഡ്സാണ് കേട്ടോ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വലിയ പാത്രങ്ങളോ ചാക്കുകെട്ടുകളോ എന്ത് വേണേലും അതിനകത്ത് എടുത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ, ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഇതാ ഒരു സിങ്ക് വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ കഴുകാനായിട്ട്. പിന്നെ അതിൻ്റെ അടിയിലും കബോർഡ്സ് വെച്ചിട്ടുണ്ട്. കബോർഡ്സ് ആണെങ്കിൽ ഈ വീട്ടിൽ അതിന് ഒരു പഞ്ഞവും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സാധനങ്ങളും നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം, അതുകൊണ്ട് ഒന്നും നമുക്ക് പുറത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് വീട് നല്ല നീറ്റായിട്ട് കിടന്നോളും. പിന്നെ ഇത് വർക്ക് ഏരിയയിൽ ഫുള്ള് ഗ്രില്ല് കൊടുത്തേക്കുവാണേ, അതുകൊണ്ട് തന്നെ കാക്കയോ കോഴിയോ പൂച്ചയോ അങ്ങനെയുള്ളതൊന്നും അകത്തോട്ട് കയറി വരത്തില്ല കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടും നമുക്ക് ഇങ്ങനെ ഗ്രില്ല് കൊടുത്തേക്കണോണ്ട് തന്നെ. അപ്പോൾ വീടിൻ്റെ ഉൾവശം എല്ലാം കണ്ടു. ഇനി നമുക്ക് വീടിൻ്റെ പുറത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കാവേ, കോമ്പൗണ്ടും മിറ്റും കിട്ടിയതും ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ അടയ്ക്കാത്തോട്ടാണ് കേട്ടോ, വീടിന് ചുറ്റുമുള്ള അടയ്ക്കാത്തോട്ടാണ്. ശരിക്കും ഈ വീട് പണിതതിന് ഏകദേശം ഒരു കോടി അടുത്തായിട്ടുണ്ട്, 1 കോടി ആയിട്ടുണ്ട്. പിന്നെ അല്ലാതെ അതിൻ്റെ കോമ്പൗണ്ട് വർക്കും പിന്നെ നമ്മുടെ മിറ്റം കെട്ടിയതും ഒക്കെ കൂടി അല്ലാതെ എക്സ്ട്രാ ഒരു 10 ലക്ഷം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടലായിട്ട് 1 കോടി 10 ലക്ഷം രൂപയൊക്കെയാണ് ഈ വീടിന് മുടക്കായിട്ടുള്ളത്. എന്തായാലും അത് നമുക്ക് നഷ്ടമില്ല കേട്ടോ, കാരണം അത്രയ്ക്കും അടിപൊളി നല്ല സ്പേസൊക്കെ ഉള്ളൊരു വീടാണ്, ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. അതുകൊണ്ട് നമുക്കത് നഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇത്രയും ഭംഗിയുള്ളൊരു വീട് പണിത് തന്നിരിക്കുന്നത് നമ്മുടെ ചെറുപുഴയുള്ള മാതാ ബിൽഡേഴ്സാണ് കേട്ടോ, അവരാണ് നമുക്ക് ഈ വീട് പണിത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, ചുറ്റും തോട്ടവും നടുക്കൊരു വീടും നല്ല ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്, എന്ത് ഭംഗിയാണല്ലേ നൈറ്റിൽ കാണാനായിട്ട്. അപ്പം നമ്മളുടെ ഈ ചെറിയൊരു സ്വർഗ്ഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.